ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു മത്തീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ടപ്പോൾ എനിക്ക് പൊരിച്ച് കഴിക്കാനും അതുപോലെ തന്നെ കറി വെച്ച് കഴിക്കാനും ഒക്കെ തോന്നിട്ടോ. എന്തായാലും ഞാനത് പൊരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മത്തിയിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത്. ഇതിൽ പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, സെലിനിയം, കാൽസ്യം അങ്ങനെ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു മീനാണല്ലോ അല്ലേ ഇത്. മാത്രമല്ല ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും അതുപോലെ തന്നെ ക്യാൻസറിനൊക്കെ പരിഹാര മാർഗമായിട്ട് കഴിക്കാവുന്ന ഒരു മീൻ കൂടിയാണ് കേട്ടോ. എൻ്റെ അമ്മമ്മയൊക്കെ പറയാറുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് മീൻ എന്ന് പറയുന്നത് ഈ മത്തിയാണെന്നുള്ളത്. മാത്രമല്ല നമ്മുടെ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീനാണിത്. എന്തായാലും ഞാനിത് ഇവിടെ പൊരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്താണെന്നറിയില്ല, ഈ മീൻ കണ്ടപ്പോൾ എനിക്ക് വളരെ സിമ്പിളായിട്ട് പൊരിച്ചെടുക്കാമെന്നാണ് തോന്നിയത് കേട്ടോ. അതിനുവേണ്ടി ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് 5-6 ഇല കറിവേപ്പിലും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം വാങ്ങിയതുകൊണ്ടാണോ എന്നറിയില്ല, ഈ മീന് വലിയൊരു സുഖമൊന്നും പോരാ കേട്ടോ. ഇത് വലിയൊരു ഫ്രഷായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം ഇതിൻ്റെ തോലൊക്കെ അങ്ങനെ പോരുന്നുണ്ടായിരുന്നു. എന്തായാലും വേണ്ടിയില്ല, എനിക്ക് പൊരിച്ച് കഴിച്ചാൽ മാത്രം മതിയേ. എന്തായാലും മുളകൊക്കെ തേക്കുന്നതിന് മുമ്പ് തന്നെ അപ്പുറം 2 വര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞി മീനായതുകൊണ്ട് തന്നെ വര ഇടാനുള്ള സ്ഥലമൊന്നുമില്ല. പക്ഷെ എന്നാലും അപ്പുറം 2 വരയൊക്കെ ഇട്ടെടുത്ത് മുളകും പൊടിയൊക്കെ തേച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് കേട്ടോ ഞാനത് പൊരിച്ചെടുത്തിട്ടുള്ളത്. ഏട്ടൻ കോഴിക്കോട് ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, ആൾക്ക് ഇറച്ചി മീനില്ലാണ്ട് ചോറിറങ്ങൂല കേട്ടോ. അതുകൊണ്ട് തന്നെ മീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു 2-3 ദിവസം വീട്ടിലുണ്ടാകാറുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടും കേട്ടും ഉണ്ടാക്കി കൊടുത്തൊക്കെ നിൽക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്കും മീനില്ലാണ്ട് ഏറെക്കുറെ ഒന്നും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല കേട്ടോ. വെജിറ്റബിൾസ് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതാണ്. എന്തായാലും മീനോ മുട്ടയോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം ഞങ്ങൾക്ക്. ഇന്ന് പിന്നെ സാമ്പാറായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ പിന്നെ മത്തി പൊരിച്ചതും കൊണ്ടായ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. എന്തായാലും മത്തി പൊരിച്ചതും സാമ്പാറും പപ്പടമൊക്കെ ആയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.